നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കളിയിക്കവിളയിൽ മലയാളിയായ ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ആ കേസിൽ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. നേമ സ്വദേശി ചൂഴാറ്റുകോട്ട അമ്പിളി എന്നറിയപ്പെടുന്ന സജികുമാറിനെയാണ് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിന് പിന്നിൽ ഒന്നിലേറെ പ്രതികളുണ്ടോ എന്ന് സംശയമുണ്ട്. ദീപുവിനോട് ശത്രുതയുള്ളവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുകയാണ്. അതേസമയം പോലീസിനെ കുഴപ്പിക്കുകയാണ് പ്രതിയുടെ മൊഴി. കൊലപാതകത്തിന്റെ പൂർണ്ണ ചിത്രം തെളിയാൻ ഇനിയും സമയം വേണ്ടിവരുമെന്ന് പോലീസ് പറയുന്നു. വി വിനോദ് ചേരുന്നുണ്ട് കളിയിക്കാവിളിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഈ പ്രതിയെ പിടികൂടിയിട്ട് ഇപ്പോൾ 12 മണിക്കൂർ പിന്നിടുന്നു. ഇതുവരെയും പോലീസിനൊരു വ്യക്തമായ ചിത്രം കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ പോലീസിന്റെ നിലവിൽ കസ്റ്റഡിയിലുള്ള സജികുമാർ തനിച്ചാണോ കൊലപാതകം നടത്തിയത്, അതോ ഇതിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ, കൊലപാതകത്തിന്റെ കാരണം എന്താണ്, ഇത്തരം കാര്യങ്ങളിൽ പോലീസിന് വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, തിരുവനന്തപുരം മലയം സ്വദേശി സജികുമാർ എന്ന അമ്പിളി എന്നാണ് വിളിക്കപ്പെടുന്നത്. അമ്പിളിയാണിപ്പോൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കന്യാകുമാരി എസ് പിയുടെ നേതൃത്വത്തിൽ 8 അന്വേഷണ സംഘങ്ങളെയാണ് നേരത്തെ നിയോഗിച്ചത്. തക്കല DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇയാളെ കഴിഞ്ഞ ദിവസം മലയത്ത് നിന്ന് പിടികൂടിയത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം. കൊലപാതകം നടന്ന കാറിന്റെ ദൃശ്യങ്ങളാണ്. ഈ വാഹനത്തിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. ഇതിലാണ് ദീപു, കോറി ഉടമയായ ദീപു സഞ്ചരിച്ചെത്തിയത്. വാഹനത്തിൽ കയറി എന്ന സൂചനയുണ്ട്. അതല്ല, കളിയിക്കാവിളയിൽ അമ്പിളി കാത്തു നിൽക്കുകയായിരുന്നു എന്ന സൂചനയുണ്ട്. പക്ഷേ അതിലെല്ലാം തന്നെ സ്ഥിരീകരണം ഉണ്ടാകണം. ഈ വാഹനത്തിലെ രക്തക്കറ ഉൾപ്പെടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. കൊലപാതകം നടന്നത് ഈ വാഹനത്തിനുള്ളിൽ വെച്ചാണ്. കോറി മുതലാളിയായിരുന്നു ദീപുവും അമ്പിളിയുമായി സൗഹൃദമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വീട്ടുകാർ പറയുന്നത്. നേരത്തെ ചില ഫോൺ കോളുകൾ ഉണ്ടായിരുന്നു. കൊട്ടേഷൻ സംഘങ്ങൾ 10 ലക്ഷം രൂപ ആദ്യം ആവശ്യപ്പെട്ടു. അതിനുശേഷം 50 ലക്ഷം രൂപ വീണ്ടും വർദ്ധിപ്പിച്ച് ആവശ്യപ്പെട്ടു. ആ കാര്യങ്ങളെല്ലാം തന്നെ ദീപുവിൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടായിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ അമ്പിളിയും ദീപുവും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു എന്ന കാര്യം തന്നെയാണ് വീട്ടുകാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മാർത്താണ്ഡത്ത് ഒരു രഹസ്യ കേന്ദ്രത്തിൽ അമ്പിളിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ദീപു ആവട്ടെ ഈ കോറി മുതലാളി എന്ന നിലയ്ക്കാണെങ്കിലും മറ്റ് ചില കാര്യങ്ങൾ കൂടി, വാഹനങ്ങൾ വാങ്ങി പുതുക്കി വിൽപ്പന നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിലായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതായത് കോറിയിലേക്ക് ആവശ്യമായ വാഹനത്തിന് തുക നൽകുന്നതിന് വേണ്ടി യാത്ര നടത്തി. പക്ഷേ എങ്ങനെയാണ് അമ്പിളി ഈ വാഹനത്തിലെത്തിയത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. അമ്പിളിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. നേരത്തെ തന്നെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. മൊട്ടാനി കൊലപാതക കേസിൽ 2 കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം കേസുകളിൽ പ്രതിയായി എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. പക്ഷേ ഈ കാര്യത്തിൽ ഇവർ തമ്മിലുള്ള സൗഹൃദം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം തേടേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോഴും പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിൽ വ്യക്തത വരണം. എവിടെ നിന്നാണ് അമ്പിളി വാഹനത്തിൽ കയറിയത്, ദീപുവിന്റെ വാഹനത്തിൽ എവിടെ വെച്ച് കയറി, ഇവർ എവിടേക്ക് യാത്ര ചെയ്തു. CCTV ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അത് ഈ കൊലപാതകം നടന്ന കളിയിക്കാവിളയിൽ ഒറ്റമര ചൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്ത് വെച്ചാണ് ഈ കൊലപാതകം നടന്നത്. എങ്ങനെയാണ് ഈ വാഹനത്തിൽ എത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനയില്ല. അതിനുശേഷം CCTVയിൽ ദൃശ്യമാകുന്നത് ഒരാൾ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് സംബന്ധിച്ച കാര്യമാണ്. ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ സൂചിപ്പിച്ചതുപോലെ ആ CCTV ദൃശ്യങ്ങളിലുള്ളതുപോലെ ഒരാൾ വാഹനത്തിൽ നിന്ന് ഈ സംഭവത്തിന് ശേഷം, ഈ കൊലപാതകത്തിന് ശേഷം ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സജികുമാർ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ സജികുമാർ തനിച്ചായിരിക്കുമോ കൃത്യം നടത്തിയത്? നേരത്തെ ഇന്നലെ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നൽകിയ സൂചനകൾ ഈ കൊല്ലപ്പെട്ട ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന 10 ലക്ഷം രൂപ കവർച്ച ചെയ്യാൻ വേണ്ടി നടത്തിയ കൊലപാതകമാകാം. അങ്ങനെ ആ ഒരു സാധ്യത കൂടി പരിശോധിക്കേണ്ടതല്ലേ? അതോ ഈ അമ്പിളിയും ദീപുവും തമ്മിൽ
മുൻപ് മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധം ഉണ്ടായിരുന്നോ? അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമാണോ? ഇവർ തമ്മിൽ സൗഹൃദമായിരുന്നു, അടുത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷേ എന്തിനീ കൊലപാതകം എന്നതിലാണ് വ്യക്തതയില്ലാത്തത്. അമ്പിളി ഈ വാഹനത്തിൽ കാലിൽ ചെറിയ മുടന്തുള്ള ആളാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അത് അമ്പിളി തന്നെ എന്ന ഒരു സ്ഥിരീകരണമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ വേറെ ആരെങ്കിലും ഇതിന് ഈ കൃത്യത്തിന് പിന്നിലുണ്ടോ എന്നതടക്കമുള്ള സംഭവങ്ങളുണ്ട്. നമുക്ക് ഒന്നുകൂടി ഈ വാഹനത്തിലേക്ക് പോകാം. തിരുവനന്തപുരത്തു നിന്നാണ് യാത്ര പുറപ്പെടുന്നത് ദീപു. അതിനുശേഷം കോയമ്പത്തൂർ അവിടേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള യാത്ര എന്ന കാര്യമാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. പക്ഷേ എങ്ങനെയാണ് അമ്പിളി ഈ വാഹനത്തിലേക്ക് എത്തിയത്, അതുമായി സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. രണ്ടുപേരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. 2018 വരെ ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. നേരിട്ടുള്ള അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് അമ്പിളി എന്ന് പറയുന്നു. അതിനുശേഷം 2018 അത്തരം കാര്യങ്ങൾ അവസാനിപ്പിച്ചു. അതായത് സിറ്റി പോലീസിന്റെ ഈ ഗുണ്ടകൾക്കെതിരെയുള്ള നടപടികൾ കൂടുതൽ കർശനമായതോടുകൂടി അത്തരം പരിപാടികൾ അവസാനിപ്പിച്ച് കോറിയുമായി ബന്ധപ്പെട്ട് മൂക്കുന്നി മലയിൽ ധാരാളം കോറികളുണ്ട്. ആ കോറികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലേക്ക് അവിടെ കോറി ഉടമകളോ തൊഴിലാളികളോ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ സെറ്റിൽമെന്റ് എന്ന നിലയ്ക്ക് അത് ഈ ഗുണ്ടാസംഘങ്ങളാണ് പലപ്പോഴും പല കാര്യങ്ങളും സെറ്റിൽ ചെയ്യുന്നത്. ആ തരത്തിലുള്ള സെറ്റിൽമെന്റിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുവരും തമ്മിൽ പരിചയത്തിലായിരുന്നു. പക്ഷേ എന്തിന് ഈ കൊലപാതകത്തിലേക്ക് പോയി എന്നതിലാണ് സംശയം അവശേഷിക്കുന്നത്. ദീപുവിന്റെ വീട്ടുകാർ പറയുന്നത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം 10 ലക്ഷം രൂപയും പിന്നീട് 50 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ്. അത് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അമ്പിളിക്ക് പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കളിയിക്കവിള പോലീസ് സ്റ്റേഷനിലാണ്, തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലാണ്. ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൊലപാതകം നടന്നത്. രാത്രി പോലീസ് പട്രോളിംഗ് നടക്കുന്നതിനിടയിലാണ് ഈ വാഹനം പാർക്ക് ലൈറ്റ് ഇട്ട നിലയിൽ കാണുകയും അതിനുശേഷം പോലീസ് പരിശോധന നടത്തുകയും ചെയ്തത്. അതിനുള്ളിലാണ് ഈ കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പരിശോധന നടത്തുകയും അത് തിരുവനന്തപുരം സ്വദേശി മലയങ്കീഴ് സ്വദേശി ദീപു ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ദീപുവിൻ്റെ സാമ്പത്തിക നില സംബന്ധിച്ച പരിശോധനകളും പോലീസ് നടത്തുന്നുണ്ട്. അധ്യാപികയാണ് ഭാര്യ, 2 മക്കളാണുള്ളത്. സാമ്പത്തിക നില സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ കടമുണ്ടായിരുന്നോ, മറ്റു സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ കാറിന്റെ ദൃശ്യങ്ങൾ, ഇതിൽ നിന്ന് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് വിനോദ് നേരത്തെ സൂചിപ്പിച്ച ഒരു കൊട്ടേഷൻ സംഘം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി നേരത്തെ 50 ലക്ഷം ആവശ്യപ്പെട്ടു, പിന്നീട് 10 ലക്ഷം ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരമൊരു സെറ്റിൽമെന്റിന്റെ ഭാഗമായി ഈ അമ്പിളി ഈ സംഭവത്തിൽ ഇടപെട്ടിരുന്നോ? അതിനുവേണ്ടിയായിരുന്നോ, ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നോ ഈ 10 ലക്ഷം രൂപ കൊണ്ടുപോയത്? എന്തിനാണ് ഈ കാറിൽ പണവുമായി ദീപു യാത്ര ചെയ്തത്? ഇക്കാര്യത്തിൽ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമോ? ഈ കുടുംബത്തിന്റെ മൊഴി പോലീസിന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വിനോദ്? അതായത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് 10 ലക്ഷം രൂപയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള യാത്രയായിരുന്നു. ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് 10 ലക്ഷം രൂപ എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്, കൈവശമുണ്ടായിരുന്നത്. ഇത് ഈ കൊല നടത്തിയ ശേഷം ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നയാൾ, ആ ദൃശ്യങ്ങൾ അത്ര കണ്ട് വ്യക്തമല്ല എങ്കിലും ഈ പണം നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊല നടത്തിയയാൾ ഈ പണം കവർന്നു എന്നതാണ്. സ്വർണ്ണാഭരണങ്ങൾ സംബന്ധിച്ച്, അതായത് ദീപുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ സംബന്ധിച്ച അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. സ്വർണം കവർന്നിട്ടുണ്ടോ, ഇതിനു വേണ്ടി തന്നെയുള്ളൊരു കൊലപാതകമായിരുന്നു എന്ന കാര്യമടക്കം പരിശോധിക്കുന്നുണ്ട്. അമ്പിളിയും ദീപുവും തമ്മിൽ നേരത്തെ തന്നെ പരിചയത്തിലായിരുന്നു. അങ്ങനെയെങ്കിൽ മദ്യപിച്ചുള്ള മദ്യലഹരിയിൽ കൊലപാതകം നടന്നതാണോ? ആ തരത്തിൽ പല സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് പരിചയമുള്ള ആളുകൾ ഒരു യാത്രക്കിടയിൽ അങ്ങനൊരു കൃത്യത്തിലേക്ക് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ, അവിടെയാണ് അമ്പിളിയുടെ മൊഴി ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. മൊഴി മാറ്റുന്നുണ്ട്. ദീപുവിൻ്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തണമെന്ന് പോലീസ് പറയുന്നുണ്ട്. കാരണം വലിയ സാമ്പത്തിക ബാധ്യതയോ മറ്റോ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഔദ്യോഗികമല്ലാത്ത നമുക്ക് പറഞ്ഞു കേൾക്കുന്ന ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. പക്ഷേ എന്തായിരുന്നാലും ഈ മൊഴിയിലെ കൃത്യത പരിശോധിക്കുക എന്നതാണ്
പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് വിശദമായി തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. മാർത്താണ്ഡത്തടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ വാഹനം സഞ്ചരിച്ച വഴികൾ നെയ്യാറ്റിൻകര മുതൽ അമ്പിളി ഈ വാഹനത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ മുതലുള്ള തെളിവെടുപ്പ് മാത്രവുമല്ല, തിരുവനന്തപുരത്ത് ഈ ക്വാറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിലുള്ള ബന്ധം, അവിടെ നിന്ന് വാഹനം പുറപ്പെട്ടത്, വാഹനം സഞ്ചരിച്ച വഴിയിലെ CCTV ദൃശ്യങ്ങൾ, ഇതെല്ലാം തന്നെ പരിശോധിക്കണം. തമിഴ്നാട് പോലീസ് കേരള പോലീസിന്റെ സഹായം കൂടി തേടിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിനടക്കം അത്തരത്തിലുള്ള സഹായം ആവശ്യമുണ്ട്. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിന് കേരള പോലീസിന്റെ സഹായം ആവശ്യമുണ്ട്. ഇത്തരത്തിൽ കേരള പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ അമ്പിളി നൽകുന്ന മൊഴി മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം ഇവർ തമ്മിലുള്ള സൗഹൃദം, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ കാര്യമാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതുവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഏതാണ്ട് 12 മണിക്കൂർ കഴിയുന്നുണ്ട് പ്രതി കസ്റ്റഡിയിലായിട്ട്. ഇനി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്, ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. കന്യാകുമാരി SP നേതൃത്വത്തിൽ 12 പേർ അടങ്ങുന്ന 8 അന്വേഷണ സംഘങ്ങളെയാണ് നേരത്തെ തന്നെ രൂപീകരിച്ചത്. അതിൽ തക്കല സ്ക്വാഡാണ് പ്രതിയെ പിടികൂടുന്നത്. ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ഈ സാമ്പത്തിക ഇടപാട്, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്പിളിയുടെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ അമ്പിളി ക്രിമിനൽ കേസുകളിൽ നിരവധി തവണ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. 2 കൊലപാതക കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം കേസുകൾ അമ്പിളിയുടെ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പോലീസ് ആ രീതിയിലുള്ള ഒരു കൊട്ടേഷൻ ഇടപാടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നത്, അല്ലേ വിനോദ്? അതോടൊപ്പം അറിയേണ്ടത്, എന്തായാലും പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഇത് ഈ കളിയിക്കാവിളയിൽ വെച്ച് കൊലപാതകം നടത്തിയത്? ഈ പോകുന്ന വഴി അത് കൈവശം ആയുധമുണ്ടായിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെ കേരളത്തിന്റെ അതിർത്തി കടന്ന് തമിഴ്നാട് ബോർഡർ പിന്നിട്ട് കൊലപാതകം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തിയ കൊലപാതകം എന്ന് തന്നെ മനസ്സിലാക്കണം. മറ്റ് തരത്തിലുള്ള അന്വേഷണം, ഈ ഒരു കൂട്ടുപ്രതികളുണ്ടോ, കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ, ഇക്കാര്യം മനസ്സിലാക്കണമെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് ഈ പ്രതിയുടെ ഫോൺ പരിശോധിക്കണം, ദീപുവിന്റെ ഫോൺ കോളുകൾ പരിശോധിക്കണം. അത്തരം നടപടികൾ അടിയന്തരമായി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇതിൽ ദീപുവിന്റെ ഫോൺ കോളുകൾ ഇതിനകം തന്നെ പോലീസ് പരിശോധിച്ച് ദീപുവുമായി ബന്ധപ്പെട്ട് വന്ന ഫോൺ കോളുകൾ കൃത്യമായി പരിശോധിച്ചു. എവിടെ നിന്നാണ് അമ്പിളി വാഹനത്തിൽ കയറുന്നത്, അമ്പിളിയുമായുള്ള സൗഹൃദം, നേരത്തെയുള്ള ഫോൺ കോളുകൾ, ഇവർ തമ്മിലുള്ള എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ, ഇതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. അമ്പിളിക്ക് ഈ ആക്രി വ്യാപാരവുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളുണ്ട്. ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെ ആക്രി വ്യാപാരം നടത്തുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ദീപുവിന് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം പരിചയമില്ലാത്തയാൾ, സൗഹൃദത്തിലല്ലാത്തയാൾ ഒരു തരത്തിലും ഈ വാഹനത്തിനുള്ളിൽ പ്രവേശിക്കാനുള്ള ഇടയില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനുള്ളിൽ അത് ദീപു സ്വമേധയാ സ്വന്തം താല്പര്യപ്രകാരം അമ്പിളിയെ വാഹനത്തിനുള്ളിൽ കയറ്റിയതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദീപുവിനെ സ്വാധീനിച്ച് മറ്റേതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് അമ്പിളി വാഹനത്തിൽ കയറിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് അമ്പിളി. പക്ഷേ ഇവർ തമ്മിൽ നേരത്തെ പരിചയത്തിലായിരുന്നു. ക്വാറി നടത്തിപ്പുകാരനായിരുന്നു ദീപുവിൻ്റെ ഉടമസ്ഥതയിൽ ക്വാറി ഉണ്ടായിരുന്നു. മൂക്കുന്നിമല നമുക്കറിയാം, തിരുവനന്തപുരത്ത് വളരെയധികം ക്വാറികൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ ആ ക്വാറി ഉടമകൾ തമ്മിൽ, അവിടുത്തെ തൊഴിലാളികൾ തമ്മിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ തർക്കമുണ്ടായാൽ ഇവരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്ന കൊട്ടേഷൻ സംഘാംഗം, അല്ലെങ്കിൽ അവിടെ ഒരു ഇടപെടുന്ന, ഗുണ്ടായിസം കാണിക്കുന്ന, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് വരുതിയിലാക്കുന്ന തരത്തിൽ ഇടപെട്ടിരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് തന്നെയാണ് അമ്പിളിയുടെ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നത്. 2018 വരെ നേരിട്ട് തന്നെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നഗരത്തിൽ നടത്തിയിരുന്നു. 2 കൊലപാതക കേസിൽ ഉൾപ്പെടെ ഏതാണ്ട് 50ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. കൊലപാതകം നടക്കുമ്പോൾ അതിന് എന്താണ് കാരണമായത്? നേരത്തെ ദീപുവിൻ്റെ വീട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പണം ആവശ്യപ്പെട്ടിരുന്നു, 10 ലക്ഷം രൂപയും പിന്നീട് 50 ലക്ഷം രൂപയും കൊട്ടേഷൻ സംഘം ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ്. അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണയുണ്ടോ ഈ കൊലപാതകത്തിന് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള തർക്കമാണോ എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ
എന്നത് സംബന്ധിച്ചുള്ള കാര്യം, ദീപുവിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക നില അല്ലെങ്കിൽ ബാധ്യതകൾ, ഇതെല്ലാം സംബന്ധിച്ച കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് മാത്രമേ ഇതിൻ്റെ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. ഇപ്പോഴും തമിഴ്നാട് പോലീസ് അമ്പിളിയെ ചോദ്യം ചെയ്യുകയാണ് കേട്ടോ. വ്യക്തമാണ്. കളിയിക്കാമ്പിളിയിൽ നിന്നും ബി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ രാത്രിയിലാണ് ക്വാറി ഉടമയായ ദീപുവിനെ വാഹനത്തിനുള്ളിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 24 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. ഇപ്പോൾ വിശദമായി രഹസ്യ കേന്ദ്രത്തിൽ പ്രതി സജികുമാറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും പ്രതിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതാണ്, ചില അവ്യക്തതയുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. കാരണം തനിച്ചാണോ കൊലപാതകം നടത്തിയത്, കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്, ഇക്കാര്യങ്ങളിൽ വ്യക്തത വരണം.